വെൽക്കം ബാക്ക് ടു എജുപോഡ്. നിങ്ങളുടെ സ്വന്തം സ്വാതിമിസ്സാണ്. നമ്മൾ പബ്ലിക് എക്സാമിലേക്ക് ഇങ്ങനെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിസ്സിൻ്റെ മക്കളെല്ലാവരും പഠിക്കുമായിരിക്കും. ഇന്ന് അടുത്തൊരു അടിപൊളി ചാപ്റ്റർ എന്തായിരുന്നു, അതിൻ്റെ സമ്മറി എന്തായിരുന്നു എന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡിയാണല്ലോ? അതിന് മുൻപ് മിസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. എല്ലാവരെയും മിസ് വെൽക്കം ചെയ്യാണ്. റെഡി മക്കളെ? അപ്പോൾ ഏത് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, സമ്മറി പഠിക്കാൻ പോകുന്നത്? ജസ്റ്റ് 10 മിനിറ്റിലാണ് നമ്മൾ സമ്മറി റെഡിയാക്കാൻ പോകുന്നത്. ഒരു കവിതയാണ്. മിസ് കാണിച്ചു തരാം, നോക്കിക്കോളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉൽട്ട പുൽട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയായിരുന്നു അല്ലേ? ആ കവിതയുടെ സമ്മറി എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് ജീവികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജീവികൾ തോറ്റിരുന്നിട്ട് കരയാറില്ല, തോറ്റേ എന്ന് പറഞ്ഞ് കരയാറില്ല, അവർ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ചാപ്റ്റർ. നോക്കിക്കോ, 10 മിനിറ്റിൽ ഈസി ആയിട്ട് മിസ് അതിൻ്റെ സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. റെഡി മക്കളെ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നോക്കിക്കോ, മിസ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് ആക്കിയിട്ടാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിക്കോ മിസ്, ബ്ലൂ കളറിൽ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിമ്മത്ത് ഓർ ഹൗസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. ഇനി ഹൗസ്ല എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനമാണ്. ഓക്കെ, ഹിമ്മത്ത് ധൈര്യം. റെഡി? ധൈര്യമാണ്. അടുത്തത് പ്രോത്സാഹനം. അപ്പം ധൈര്യവും പ്രോത്സാഹനവും അല്ലെ? ആരുടെ ധൈര്യമാണ് ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്? നോക്കിക്കോ, അതാണ് മിസ് ഇവിടെ ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. യह कविता हमें जीवन में आने वाली असफलताओं और मुश्किलों से न डरने और निरंतर प्रयास करते रहने की सीख देती है. എന്താ പറഞ്ഞിരിക്കുന്നേടാ? ജീവിതത്തിൽ വരുന്ന നമ്മുടെ പരാജയങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലേ, മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരും, പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം അല്ലേ, നമ്മൾ മറികടക്കണം എന്നാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്. സീഖ് ദേഖി എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിക്കുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? അസഫലത എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ധൈര്യത്തോടെ നേരിടണം എന്നാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കിക്കോ, ഓരോ എണ്ണം മിസ് പറഞ്ഞു തരാം. അടുത്തത് ജീവ് ജന്തുവും സേ സീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങളിൽ നിന്നുമുള്ള പാഠങ്ങൾ. നമ്മൾ മൃഗങ്ങളിൽ നിന്നും എന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കണം എന്നാണ് പറയുന്നത്. ജീവജന്തു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്. അപ്പം എന്താണ്? മൃഗങ്ങളിൽ നിന്നുള്ള സീഖ് എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെങ്കിൽ പാഠങ്ങൾ. മൃഗങ്ങളിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്? മിസ് പറഞ്ഞുതരാൻ നോക്കിയോ. കവിനെ छिपकली, बंदर, तिलचटे और चींटी जैसे छोटे जीवों का उदाहरण देकर समझाया है कि वे गिरने के बाद कैसे तुरंत खुद को संभाल लेते हैं. എന്താ പറഞ്ഞിരിക്കുന്നേടാ? കവി പറഞ്ഞിട്ടുണ്ട് ചിപ്കലി അല്ലേ, പല്ലീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബന്ദർ, കുരങ്ങനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിൽച്ചട്ടയും, പാറ്റയാണ്. തിൽച്ചട്ട എന്ന് പറഞ്ഞാൽ പാറ്റയാണ്, പാറ്റയെ കുറിച്ച് പറഞ്ഞു. ചീണ്ടി എന്താ? ഉറുമ്പാണ്. ഓക്കെ, കവി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരെ എല്ലാം ഇതേപോലെയുള്ള ചോട്ടേ ജീവോം കാ ഉദാഹരണം, ചെറിയ ജീവികളുടെ ഉദാഹരണം കവി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? വേ ഗിർനെ കെ ബാദ് കൈസെ തുരന്ത് ഖുദ് കോ സംഭാൽ ലേത്തെ ഹേ. എന്താ കവി പറഞ്ഞിരിക്കുന്നത്? ഇവരെല്ലാം ഈ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ വീണ് കഴിഞ്ഞാലും അവർ സ്വയം എഴുന്നേൽക്കും അല്ലേ, അവർ സ്വയം റെഡി ആവും അല്ലേ. ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ സ്വയം റെഡി ആവും, ഒറ്റയ്ക്ക് അല്ലേ, അവർ ഒറ്റയ്ക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് കവി വിശദീകരിച്ചിരിക്കുന്നത്. സംഭാലേത്തെ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് ജീവജന്തുക്കളിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അവർ വികുന്നുണ്ട്, അവർക്ക് വിഷമം വരുന്നുണ്ട്, പക്ഷെ അവർ കരഞ്ഞ് തോറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പാഠമാണ് എന്ത്? മുന്നോട്ട് പോവുക എന്നുള്ളത്. അടുത്തത് എന്താ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചിപ്കലി ഓർ ബന്ദർ കാ ഉദാഹരണം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിപ്കലി ഓർ ബന്ദർ, പല്ലി. ചിപ്കലി നിങ്ങൾക്കറിയാം പല്ലിയാണ്. ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങാണ് അല്ലേ. പല്ലിയിൽ നിന്നും കുരങ്ങനിൽ നിന്നും ലഭിക്കുന്ന ഉദാഹരണം എന്താണ്? ഈ ചാപ്റ്ററിൽ നമ്മൾ പല്ലീനെ കുറിച്ചിട്ടും കുരങ്ങനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കിയോളൂ, മിസ് പറഞ്ഞുതരാം. ജബ് ചിപ്കലി ഛത് സേ ഗിർത്തി ഹേ യാ ബന്ദർ ടാലി സേ ഫിസൽതാ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിപ്കലി ചുമരിൽ നിന്ന് വീണ് കഴിഞ്ഞാലും, ചത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂരയാണ്. ഓക്കെ, മേൽക്കൂര.
നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഫുൾ അടിപൊളിയാക്കിയിട്ട് ലൈവിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് കാണാത്ത മിസ്സിൻ്റെ മക്കളാണെങ്കിൽ ലൈവ് കാണണം കേട്ടോ. ലൈവിൽ നമ്മൾ ക്ലിയർ ആക്കി അടിപൊളിയാക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ, പല്ലി മേൽക്കൂരയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ബന്ദർ കുരങ്ങൻ ടാലി സേ ഫിസൽ താഹേ കൊമ്പിൽ നിന്നും വഴുതി വീണ് കഴിഞ്ഞാലും എന്താ അവർ ചെയ്യുന്നത്? तो वे रोने या हार मानने के बजाय झटपट खुद को संभाल कर 2 बार अपनी मंजिल की ओर बढ़ जाते हैं. അവർ പല്ലി വീണ് കഴിഞ്ഞാലും കുരങ്ങൻ കാൽ വഴുതി താഴോട്ട് വീണ് കഴിഞ്ഞാലും ഒക്കെ എന്താ അവർ ചെയ്യുന്നത്? അവർ പെട്ടെന്ന് തന്നെ, ജഡ്പട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലേ, നമ്മൾ കഥയിൽ പഠിച്ചിട്ടുണ്ട്, കവിതയിൽ പഠിച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ഗുദ്കോ സമ്പാൽ കർ ദേഖ് ബാർ എന്ന് പറഞ്ഞാൽ അവർ സ്വയം തന്നെ ഓക്കെ ആവും. എന്നിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യാറ്. ഓക്കെ, അതാണ് നമ്മൾ പല്ലീനെ കുറിച്ചിട്ടും ബന്ദറിനെ കുറിച്ചിട്ടും ഇതിൽ പഠിച്ചിട്ടുള്ള ഉദാഹരണം. ഇനി അടുത്ത പോയിന്റ്, അടുത്ത എന്താ നമ്മൾ കവിതയിൽ പഠിച്ചത്? ചീണ്ടി ഓർ മക്കടേക്ക സംഘർഷ്. ചീണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഉറുമ്പാണ്, മക്കടെ എന്ന് പറഞ്ഞാൽ ചിലന്തിയാണ്. ചീണ്ടി ഉറുമ്പാണ്, മക്കടെ എന്ന് പറഞ്ഞാൽ ചിലന്തി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് ഉറുമ്പിൻ്റെയും ചിലന്തിയുടെയും ഒരു പോരാട്ടം അല്ലേ, അവരെ കുറിച്ചിട്ടുള്ളൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നാണ് മിസ് പറയാൻ പോകുന്നത്, നോക്കിയോളൂ. ചീണ്ടി ഗിർ की टोर मकड़े जैसे जीव बार बार गिरने पर भी अपना साहस नहीं गोते. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ചീണ്ടി എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ് അല്ലേ, ഉറുമ്പും ഗിർക്കിട്ട് എന്ന് പറഞ്ഞാൽ ഓന്താണ് അല്ലേ, ഉറുമ്പിനെ പോലെയുള്ള, ഓന്തിനെ പോലെയുള്ള, മക്കടെ എട്ടുകാലീനെ പോലെയുള്ള ജീവികളെല്ലാം ബാർ ഗിർനേപ്പർ, ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. അപ്പോൾ ഇവരെ പോലെയുള്ള ജീവികളൊക്കെ വീണ്ടും ഗിർനേപ്പർ വീണാൽ അല്ലേ, അവർ വീണ്ടും വീണ് കഴിഞ്ഞാൽ എന്താ അവർ ചെയ്യുന്നത്? അപ്നെ സാഹസ് നെഹീം ഗോത്തേ. സാഹസ് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. അവരുടെ ധൈര്യം എന്ത് ചെയ്യുന്നില്ല? നെഹീം ഗോത്തേ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുന്നില്ല, അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്തുന്നില്ല. അവർ വീണ് കഴിഞ്ഞാലും എന്നിട്ടോ ഓർ നഹി സമയ് ബർബത് കർത്തേ ഹേം വേ തുരന്ത് ഉടാക്കർ ഫിർ സേ ചലനെ ലഗ്തേ ഹേം. അവരെന്താണ്? നിരുത്സാഹപ്പെടുന്നില്ല. അയ്യോ തോറ്റേ എന്ന് പറഞ്ഞിട്ട് അവർ നിരുത്സാഹപ്പെടുന്നില്ല. അവർ എഴുന്നേറ്റ് പോവുകയാണ്. ജയിച്ച് ഞങ്ങൾ ഓക്കെ ആകും, ഞങ്ങൾ ഓക്കെ ആണ് എന്ന് വിചാരിച്ചിട്ട് അവർ പോവാറാണ് ചെയ്യാറ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദൂൽ ജാൻകർ ആംഖേം ബഡ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടി തട്ടി കളഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ധൂൽ എന്ന് പറഞ്ഞാൽ പൊടിയാണ്. പൊടി തട്ടി ആംഖേം ബഡ്ന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക. ഓക്കെ, പൊടി തട്ടി മുന്നോട്ട് പോവണം എന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിസ് പറഞ്ഞുതരാം എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ, നോക്കിയോളൂ. കവിതാക്ക മുഖ്യ സന്ദേശ്, കവിതയുടെ മുഖ്യ സന്ദേശം എന്താണ്? യഹ് ഹേ കി, ഇതാണ്. എന്താണ്? गिरने या पिछड़ने पर जो लोग हाथ पर हाथ रखकर बैठ जाते हैं वे केवल എന്താ പറഞ്ഞേ? പശ്ചാത്തേ ഹേം. എന്താ പറഞ്ഞിരിക്കുന്നടാ? വീണ് കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്? അയ്യോ വീണേ എന്ന് പറഞ്ഞ് വിഷമിച്ച് ഇങ്ങനെ കൈകൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതം മോശമായി പോവല്ലേ. അവരെന്താണ്? ജയിക്കൂല. ആരാണ് ജയിക്കുന്നത്? അവർ എന്താണ്? പശ്ചാത്തപിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, പശ്ചാത്തയം എന്ന് പറഞ്ഞാൽ എന്താണ്? പശ്ചാത്തപിക്കുക. ഓക്കെ, അയ്യോ ഞങ്ങൾ വീണേ, ഞങ്ങൾ തോറ്റുപോയെന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചിരിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ഓക്കെ ആണ് എന്ന് വിചാരിച്ചിട്ട് ധൂൽ ജാൻകർ ആംഖേ ബഡ്ന, പൊടി തട്ടി മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കുക അല്ലെ, അടിപൊളിയായിട്ട് രക്ഷപ്പെടുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, അങ്ങനത്തെ ആൾക്കാരാണ്. അടുത്തതോ സഫലത കാ മന്ത്രം എന്ന് പറഞ്ഞാൽ, സഫലത കാ മന്ത്രം എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള വഴിയല്ലേ, വിജയമന്ത്രം. സഫലത എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നാണ്. വിജയിക്കാനുള്ള മന്ത്രം, ജയിക്കാനുള്ള ഒരു വഴി, ഒരു മന്ത്രം എന്താണ്? ജോ ലോഗ് അപ്നി ഖമിയോം കി ധൂൽ ജാൻകർ തുരന്ത് സംഭൽ ജാത്തെ ഹേ और पुनः प्रयास करते हैं वही जीवन में सुख और सफलता प्राप्त करते हैं. എന്താ പറഞ്ഞിരിക്കുന്നതടാ? ജോ ലോഗ്, ഏത് ആൾക്കാരാണോ അപ്നി ഖമിയോം കി ധൂൽ ജാൻകർ അല്ലേ, അവർ വീട് കഴിഞ്ഞാൽ അവരുടെ ധൂൽ ജാൻകർ പൊടിയൊക്കെ തട്ടിയിട്ട് തുരന്ത് സംഭൽ ജാത്തെ, തുരന്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകുന്നത് അവരാണ്. എന്ത്? ജീവൻ മേ സുഖ ഓർ സഫലത പ്രാപ്ത് കർത്തേം, അവരാണ് ജീവിതത്തിൽ സന്തോഷവും വിജയവും ഒക്കെ
വിജയമൊക്കെ ആഘോഷിക്കുന്നവർ അല്ലേ. സന്തോഷവും വിജയമൊക്കെ ആർക്കാണ് ഉണ്ടാവുക? അയ്യോ പറഞ്ഞ് കരഞ്ഞിരിക്കുന്നവർക്കാണോ? അല്ല, വിഷമിക്കാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒരു തവണ തോറ്റു പോയാൽ, ചിലപ്പോൾ ഒരു തവണ വീണ് പോയാൽ വിഷമിച്ചിരിക്കുകയല്ല, കരയുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾ ധൈര്യം സംഭരിച്ച് നോ പ്രോബ്ലം, ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. റെഡിയാണല്ലോ? നമ്മുടെ ഉൽട്ടാ പുൽട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചും മറിച്ചും. ഓക്കെ, അല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും ഒരേ ചിത്രത്തിൽ കാണുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ബന്ദറിനെ പറഞ്ഞു, ചിപ്കലീനെ പറഞ്ഞു. ദേ ബന്ദർ, ചിപ്കലി, ചീണ്ടി, ഗിർക്കിട്ട്, തിൽച്ചട്ടേം, മക്കടേം അല്ലേ, ഇവരൊക്കെ നമ്മൾ പറഞ്ഞു. ഇവരൊക്കെ വീണ് കഴിഞ്ഞാലും എഴുന്നേറ്റിട്ട് ഓക്കെയാണ്. ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അതേപോലെ നമ്മൾ ജീവികളെ കാണണം, ജീവികളെ കണ്ട് നമ്മൾ പഠിക്കണം, അവർക്ക് നല്ല ധൈര്യമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. റെഡിയാണല്ലോ? മിസ് ഇതേ ഓരോ പോയിന്റ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? നന്നാക്കി എല്ലാ പോയിന്റും മിസ്സിൻ്റെ മക്കൾ വായിച്ചു മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? റെഡിയാണല്ലോ? യെസ്, സെറ്റാണ്. പിന്നെ അതേ മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അടുത്ത വർഷം 7ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണല്ലേ. 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് മിസ്സിൻ്റെ മക്കൾ എല്ലാവരും. നമ്മുടെ എജു പോട്ട് ദേ 7ാം ക്ലാസ്സിലേക്കുള്ള നിങ്ങളുടെ സൂപ്പർ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പൈസയൊന്നും പോകില്ല കേട്ടോ. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേര് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾ അങ്ങോട്ടേക്ക് എജു പോട്ട് വിളിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് 2599 രൂപയ്ക്കാണ് നമ്മൾ ഒരു വർഷത്തെ എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതേ ഒരു കാര്യയുടെ മിസ് ഓർമ്മിപ്പിക്കാം, ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് മാത്രമാണ് ഓഫർ ഉള്ളത്. ആ കാര്യം മറന്നു പോകരുത്. 2000 സ്റ്റുഡൻസിന് മാത്രമേ ഓഫർ ഉള്ളൂ. ആ ഓഫർ കഴിഞ്ഞാൽ നമ്മളിതേ 3599 രൂപയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ശരി മക്കളെ, റെഡി ആണല്ലോ? നമ്മുടെ ഉൾട്ട പുൽട്ട എന്ന് പറഞ്ഞ ചാപ്റ്റർ മിസ്സിൻ്റെ മക്കൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. സെറ്റാണല്ലോ? യെസ്, അപ്പം നമ്മൾ ഈ ചാപ്റ്റർ ഓൾറെഡി ലൈവ് വന്നിട്ടുണ്ട്. അപ്പം ലൈവ് നിങ്ങൾ അടിപൊളിയാക്കി കാണണം. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. സോ മക്കളെ, താങ്ക് യു സോ മച്ച്. അടിപൊളിയാക്കി പഠിക്കണം. എക്സാമാണ്, സൂപ്പറാക്കി പഠിക്കാം കേട്ടോ എല്ലാവരും. യെസ്.